ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജേണി ത്രൂ ദ ബൈബിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 26-ാം ദിവസമാണ്. ഇന്ന് വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 49-ാം അധ്യായവും 50-ാം അധ്യായവും, ജോബ് പുസ്തകത്തിലെ 41-ാം അധ്യായവും 42-ാം അധ്യായവും, കൂടെ സങ്കീർത്തനങ്ങളിലെ 17-ാം അധ്യായവുമാണ്. നമുക്ക് തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. യാക്കോബിൻ്റെ അനുഗ്രഹം. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചു കൂടുവിൻ. ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രയേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. റൂബൻ, നീ എൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യഫലവും. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപിൽ തന്നെ. വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല. എന്തെന്നാൽ നീ പിതാവിൻ്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി. എൻ്റെ ശയ്യയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ. ശിമെയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു. ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്നു വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടു പോകയില്ല. അതിൻ്റെ അവകാശി വന്നുചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. സെബൂലൂണാകട്ടെ കടൽ തീരത്ത് വസിക്കും. അവൻ കപ്പലുകൾക്ക് അഭയകേന്ദ്രമായിരിക്കും. സീദോനായിരിക്കും അവൻ്റെ അതിർത്തി. ഇസ്സാക്കർ ഒരു കരുത്തുറ്റ കഴുതയാണ്. അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു. വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു. അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കുനിച്ചുകൊടുത്തു. കൂലിവേല ചെയ്യുന്ന ഒരു ദാസനായി തീർന്നു. ഇസ്രയേലിലെ മറ്റു ഗോത്രങ്ങളെപ്പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തിക്കൊടുക്കും. ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും. അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും. കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു. ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും, എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചോടിക്കും. ആശേറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും. അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. സ്വച്ഛന്തം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി. അവൻ മൃദുല വാക്കുകൾ പൊഴിക്കുന്നു. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവനു നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചുനിന്നു.
യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാർഡത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹത്തെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരനിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർദ്ധാവിൽ വർഷിക്കപ്പെടട്ടെ. ആർത്തിയുള്ള ഒരു ചെന്നായയാണ് ബെഞ്ചമിൻ. അവൻ രാവിലെ ഇര വിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഇവരാണ് ഇസ്രയേലിലെ 12 ഗോത്രങ്ങൾ. അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത്. അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത്. യാക്കോബിൻ്റെ മരണം. യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി. ഹിത്യനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രോയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പെലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാനഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കയെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം. യാക്കോബിനെ സംസ്കരിക്കുന്നു. ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് കമിഴ്ന്നു വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു. അവൻ തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് പിതാവിൻ്റെ ശരീരത്തിൽ പരിമളദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിന് 40 ദിവസമെടുത്തു. കാരണം പരിമളദ്രവ്യം പൂശിത്തീരാൻ അത്രയും ദിവസം വേണം. ഈജിപ്തുകാർ 70 ദിവസം അവനെയോർത്ത് വിലപിച്ചു. അവനു വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവോയുടെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയചെയ്ത് ഫറവോയോട് ഇങ്ങനെ ഉണർത്തിക്കുക, എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മരിക്കാറായി. കാനാൻ ദേശത്ത് എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഫറവോ പറഞ്ഞു, നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചതനുസരിച്ച് അവനെ സംസ്കരിക്കുക. ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി. ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. ജോസഫിൻ്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിൻ്റെ കുടുംബവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളും ആടുമാടുകളും മാത്രമേ ഗോശൻ ദേശത്ത് ശേഷിച്ചുള്ളൂ. രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു. അതു വലിയൊരു സംഘമായിരുന്നു. ജോർദാന് അക്കരെയുള്ള അത്താദിലെ മെതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു. അവൻ 7 ദിവസം പിതാവിനെയോർത്തു വിലപിച്ചു. അന്നാട്ടുകാരായ കാനാന്യർ അത്താദിൻ്റെ മെതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ, ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്നു പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന് പേരുണ്ടായി. അത് ജോർദാന് അക്കരെയാണ്. അങ്ങനെ
യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവന്റെ മക്കൾ പ്രവർത്തിച്ചു. അവർ അവനെ കാനാൻ ദേശത്തു കൊണ്ടുപോയി മാമ്രോയ്ക്ക് കിഴക്ക് മക്പെലായിലുള്ള വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു. അബ്രാഹാം ഹിത്യനായ എഫ്രോനിൽ നിന്ന് ശ്മശാനഭൂമിക്ക് വേണ്ടി വയലുൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് ആ ഗുഹ. പിതാവിനെ സംസ്കരിച്ചതിനു ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരുമൊത്ത് ഈജിപ്തിലേക്ക് മടങ്ങി. തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരുപക്ഷെ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിനു മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവന്റെ മുൻപിൽ വീണു പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കായി മാറ്റി. ഇന്ന് കാണുന്നതുപോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ജോസഫിന്റെ മരണം. ജോസഫും തന്റെ പിതാവിന്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 കൊല്ലം ജീവിച്ചു. എഫ്രായീമിന്റെ 3-ാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു. മനാസയുടെ മകനായ മാക്കീറിന്റെ കുഞ്ഞുങ്ങളും ജോസഫിന്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. ജോബിന്റെ പുസ്തകം 41-ാം അധ്യായം. നിനക്ക് മുതലയെ ചൂണ്ടയിട്ട് പിടിക്കാമോ? അവന്റെ നാക്ക് ചരടുകൊണ്ട് ബന്ധിക്കാമോ? അവന്റെ മൂക്കിൽ കയറിടാമോ? അവന്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ? അവൻ നിന്നോട് ഏറെ യാചിക്കുമോ? അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ? എന്നും നിനക്ക് ദാസനായി ഇരുന്നുകൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ? ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ? നിന്റെ ബാലികമാർക്ക് വേണ്ടി അവന് തോൽവാറിടുമോ? വ്യാപാരികൾ അവനു വേണ്ടി വിലപേശുമോ? അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ? നിനക്ക് അവന്റെ തൊലി ചാട്ടുള്ളി കൊണ്ടും അവന്റെ തല മുപ്പല്ലി കൊണ്ടും നിറയ്ക്കാമോ? അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല. ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല. അവനെ കാണുന്നവന്റെ ധൈര്യം അറ്റുപോകുന്നു. കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു. അവനെ ഉണർത്താൻ തക്ക ശൂരനില്ല. പിന്നെ എന്നോട് എതിർത്തു നിൽക്കാൻ ആരുണ്ടാകും? ഞാൻ മടക്കിക്കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ? ആകാശത്തിൻ കീഴുള്ളതൊക്കെയും എൻ്റേതാണ്. അവന്റെ അവയവങ്ങളെയും അവന്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനമവലംബിക്കുകയില്ല. അവന്റെ പുറംചട്ട ഉരിയാൻ ആർക്ക് സാധിക്കും? അവന്റെ ഇരട്ടക്കവചം തുളയ്ക്കാൻ ആർക്ക് കഴിയും? അവന്റെ മുഖകവാടം ആര് തുറക്കും? അവന്റെ പല്ലിനു ചുറ്റും
ഭീകരതയാണ്. അവൻ്റെ പുറം പരിച നിറകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതു മുറുക്കി അടച്ചു മുദ്ര വച്ചിരിക്കുന്നു. വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്നു ചേർന്നിരിക്കുന്നു. വേർപെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്നു ചേർന്നിരിക്കുന്നു. അവ യോജിച്ചിരിക്കുന്നു. അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു. അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോളകൾ പോലെയാണ്. അവൻ്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമശത്തിൽ നിന്നും എന്ന പോലെ അവൻ്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു. അവൻ്റെ ശ്വാസം കരിക്ക് തീ കൊളുത്തുന്നു. അവൻ്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു. അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു. ഭീകരത അവൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു. അവൻ്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. ഇളകിപ്പോകാത്ത വിധം അത് അവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ്. തിരികല്ലിൻ്റെ അടിക്കല്ലുപോലെ ഉറപ്പുള്ളതാണ്. അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു. അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു. വാൾ, കുന്തം, ചാട്ടുള്ളി, വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല. ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതുക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു. അസ്ത്രം കണ്ട് അവൻ ഓടുകയില്ല. കവിണക്കല്ല് അവന് വൈക്കോൽ പോലെയാണ്. ഗദയും അവന് വൈക്കോൽ പോലെ തന്നെ. വേലിൻ്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു. അവൻ്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷ്ണം പോലെയാണ്. അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു. അവൻ സമുദ്രത്തെ ഒരു കടലിനെന്ന പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു കുടം തൈലം പോലെ ആക്കി തീർക്കുന്നു. അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു. ആഴിക്ക് നരബാധിച്ചതുപോലെ ഒരുവന് തോന്നും. ഭൂമുഖത്തെങ്ങും അവനെപ്പോലെ നിർഭയനായ ജീവിയില്ല. ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു. ഉദ്ധത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം. ജോബിൻ്റെ നീതീകരണം. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാത്ത ഉപദേശത്തെ മറച്ചുവെക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു. ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിനു ശേഷം തേമാന്യനായ എലീഫാസിനോട് അരുളിച്ചെയ്തു, എൻ്റെ ക്രോധം നിനക്കും നിന്റെ 2 സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെപ്പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെപ്പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. തെമാന്യനായ എലിഫാസും ശൂഖ്യനായ ബിൽദാദും നാമാത്യനായ സോഫറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു.
അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു. കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർക്കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾ ജെമിമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹാപ്പുക്ക്. ജോബിന്റെ പുത്രിമാരെപ്പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു. അതിനുശേഷം ജോബ് 140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണായുസ്സു പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു. സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായം. നിഷ്കളങ്കന്റെ പ്രതിഫലം. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണു ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്കുത്തരമരുളും. അങ്ങ് ചെവി ചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. എൻ്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. അവരുടെ അധരങ്ങൾ വൻപ് പറയുന്നു. അവർ എന്നെ അനുധാവനം ചെയ്യുന്നു. ഇതാ, എന്നെ വളഞ്ഞു കഴിഞ്ഞു. എന്നെ നിലംപതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെയാണവർ. പതിയിരിക്കുന്ന യുവസിംഹത്തെപ്പോലെ തന്നെ. കർത്താവെ, എഴുന്നേറ്റ് അവരെ എതിർത്തു തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കട്ടെ. നീതിനിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. ആമേൻ. സമ്മറി. ഉൽപ്പത്തി 49:50 യാക്കോബ് തൻ്റെ ഓരോ പുത്രന്മാരെയും അനുഗ്രഹിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വേദനാജനകമായ സമാപനത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നു. കുടുംബം, പൈതൃകം, ദൈവപരിപാലന എന്നീ വിഷയങ്ങളെ അടിവരയിടുന്ന ജോസഫിൻ്റെ മരണത്തെ തുടർന്നുള്ള വിവരണവും ജോസഫിൻ്റെ കുടുംബത്തിനുള്ളിലെ അനുരഞ്ജനവും ക്ഷമയും കൃപയുടെ പരിവർത്തനശക്തിയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലുകളായി വർത്തിക്കുന്നു. ജോബ് 41:42 ജോബിൻ്റെ കഠിനമായ കഷ്ടപ്പാടുകളുടെ പരിഹാരത്തെ അടയാളപ്പെടുത്തുന്നു. അഗാധമായ പരിശോധനകൾ സഹിച്ചും ദൈവത്തിൻ്റെ വഴികളെ ചോദ്യം ചെയ്തതിനും ശേഷം ജോബ് ശാസനയും പുനഃസ്ഥാപനവും കൊണ്ടുവരുന്ന ഒരു ദൈവിക കണ്ടുമുട്ടൽ അനുഭവിക്കുന്നു. പുസ്തകത്തിൻ്റെ ഉപസംഹാരം ദൈവത്തിൻ്റെ പരമാധികാരത്തെയും മനുഷ്യധാരണയുടെ പരിമിതികളെയും ഊന്നിപ്പറയുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും നീതിക്കും വേണ്ടിയുള്ള ഹൃദയഭംഗമായ അഭ്യർത്ഥനയാണ് ദാവീദിൻ്റേതെന്ന് പറയപ്പെടുന്ന സങ്കീർത്തനം 17. ദാവീദ് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ദൈവത്തിൽ അഭയം തേടുന്നു.
ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ന്യായവിധിയിൽ ആത്മവിശ്വാസവും ദൈവത്തിൻ്റെ വഴികളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതത്തിനുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുന്നു. ഈ ഖണ്ഡികകളെ ബന്ധിപ്പിക്കുമ്പോൾ അടച്ചുപൂട്ടൽ, ദൈവത്തിൻ്റെ പരമാധികാരം എന്നിവ നാം കാണുന്നു. ഉൽപ്പത്തിയിൽ അടച്ചുപൂട്ടൽ യാക്കോബിൻ്റെ അനുഗ്രഹങ്ങളിലൂടെയും അവിടുത്തെ തലമുറയിലേക്ക് കൈമാറുന്നതിലൂടെയും വരുന്നു. പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് താഴ്മയോടെ കീഴ്പ്പെടുമ്പോൾ ജോബ് അടച്ചുപൂട്ടൽ അനുഭവിക്കുന്നു. 17-ാം സങ്കീർത്തനം ദൈവിക നീതിക്കും സംരക്ഷണത്തിനുമുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. വിശ്വാസവും ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ഭരണവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ കാണിക്കുന്നു. ജീവിതത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെക്കുറിച്ചും ബന്ധങ്ങളെ അനുരഞ്ജിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതിയിൽ വിശ്വസിക്കുന്നതിൻ്റെ ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും ഈ ഭാഗങ്ങൾ ഒന്നിച്ച് പ്രതിഫലിക്കുന്നു. അടച്ചുപൂട്ടലിൽ നിന്ന് പുതിയ തുടക്കങ്ങളിലേക്കുള്ള യാത്ര മനുഷ്യാനുഭവമായി പ്രതിധ്വനിക്കുന്നു. വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തി, ക്ഷമ, ദൈവത്തിൻ്റെ നീതിയിലുള്ള മാർഗനിർദ്ദേശത്തിൻ്റെ ഉറപ്പ് എന്നിവ ഊന്നിപ്പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.